ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറകിൽ കാണുന്ന മലയുടെ ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്തിട്ട് അവിടെ ഒരു നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാനാണ്. ചുമ്മാ ഒരു നെതർ പോർട്ടൽ ബിൽഡ് ചെയ്ത് വെക്കാനല്ല, അതിനെ ഇച്ചിരി ബ്യൂട്ടിഫൈ ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിടാം. നമ്മുടെ ബേസ് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയപ്പോൾ ഗൈസ്, എനിക്ക് ഈ പ്ലേസ്, ഈ മലയുടെ സൈഡിൽ ഇച്ചിരി ടെറാഫാമിംഗ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ആയിട്ട് ബിൽഡ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ബാക്കിയുള്ള സൈഡിൽ നമ്മുടെ ഇപ്പുറത്തായിട്ട് മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് അത് ഫിറ്റ് ആയിരുന്നോളും. സോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഏരിയ ഒന്ന് ടെറാഫോം ചെയ്യണം. ടെറാഫോം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളൊരു ടൈം ലാപ്സ് വേണ്ട കേട്ടോ. സോ ഗൈസ്, സക്സസ്ഫുള്ളി നമ്മുടെ ഒന്നാമത്തെ ശവല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ശവല് പോയിട്ട് ഉണ്ടാക്കിയിട്ട് വരാം. ഒന്ന്, രണ്ട് ശവല് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് പിന്നെയും ടെറാഫാമിലോട്ട് കിടക്കാം. സോ ഗൈസ്, നമ്മൾ ടെറാഫോമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭിത്തിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു മറ്റേ നമ്മുടെ നെതർ പോർട്ടൽ വരും. അതിന് മുമ്പേ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലോട്ട് കയറിയിട്ട് അവിടെ നമുക്ക് നെതർ പോർട്ടൽ ഡിസൈൻ ചെയ്യാം. സോ ഗൈസ്, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും സ്റ്റോണും വുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം പോലെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മെയിൻ പോർട്ടലിൻ്റെ ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും വുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. ഞാൻ നിങ്ങളെ ഇതിൻ്റെ സെറ്റാക്കിയിട്ട് ഈ ഡിസൈൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പോർട്ടലിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കരമായിട്ട് മാറ്റി. കാരണം നമ്മൾ തുടക്കത്തിൽ വുഡും കാര്യങ്ങളൊക്കെയാണ് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ മാറ്റിയിട്ട് സ്റ്റോൺ ഫ്രെയിമൊക്കെ സെറ്റാക്കി 2 ലാൻഡേണും തൂക്കി. ഇതാണ് നമ്മുടെ ഡിസൈൻ എന്ന് വെച്ചാൽ. ഇനി നമുക്കിത് നേരെ നമ്മുടെ സർവൈവൽ വേൾഡിലോട്ട് ഇടാം. സോ ഞാൻ ഒട്ടും ബോറടിപ്പിക്കാതെ ഡയറക്റ്റ് നമ്മുടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പണിയും കൂടെ ഉണ്ട്. നമ്മുടെ ഇത് ലൈറ്റ് ചെയ്യണം, നമ്മുടെ ലാൻഡേൺ ഫിക്സ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നേരെ ചെന്ന് ലാൻഡേണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ലാൻഡേണും ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം വേണ്ടത് ഫ്ലിൻ്റ് ഇല്ല. പക്ഷെ അയൺ ഉണ്ട്. അടുത്ത ജസ്റ്റിൽ ഫ്ലിൻ്റ് ഉണ്ട് ഗൈസ്, ഫ്ലിൻ്റ് ഉണ്ട്. ഓക്കെ, ഫ്ലിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ടോർച്ച് വേണം. ടോർച്ചില്ല, അപ്പോൾ ഉണ്ടാക്കാം. 2 ലാൻഡേണായി, 2 ചെയിനായി, ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലുമായി. സോ ഗൈസ്, നമുക്കിനി നേരെ ബാക്കി പണിയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ചെയിനും ലാൻഡേണും ഫിറ്റ് ചെയ്യണം. അതിനൊരു ചെയിൻ തണ്ട് ഇവിടെ അല്ല, അങ്ങനെയല്ല, ഇവിടെ പോട്ടെ. ഓക്കെ, ഇനി ലാൻഡേണ് 2 സൈഡിലും, ചെയിന് ലാൻഡേണ്. ഓക്കെ, ലാൻഡേണ് ചെയിന് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് പോർട്ടൽ ലൈറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കും. ഒരുപാട് നേരം നിൽക്കത്തില്ല, കാരണം നെതർ അറിയാലോ, എൻ്റെ മറ്റേ അയൺ ആർമറൊക്കെയാണ്, നല്ല പണി കിട്ടും. സോ ജസ്റ്റ് കയറുന്നു, ഇറങ്ങി വരുന്നു. നമ്മുടെ പോർട്ടലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് കയറുന്നു, ഇറങ്ങി വരുന്നു. പിഗ്ലിൻസ് ഒന്നുമില്ലല്ലോ. ഇല്ല, നമ്മളിപ്പോൾ വാർപ്പിഡ് ഫോറസ്റ്റിലാണ് കേട്ടോ. നല്ല സ്പോണ്. ബസാൾട്ടിനെക്കാട്ടിലും നല്ലതാണ്. കാരണം ബസാൾട്ടിലാണ് ഒരു കുന്തവും ഇല്ല. ജസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഭയമാണ് ബസാൾട്ട് ഭയം നമ്മുടെ നെതറിൽ. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ എൻഡർമാനൊക്കെ കിട്ടും. എൻഡർമാനെ കൊന്നിട്ട് കാര്യങ്ങളെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നെതറിൻ്റെ ഒക്കെ കാര്യങ്ങൾ സെറ്റായി. സോറി, നെതർ പോർട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.